ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു കബാബ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ. ഞാൻ കുറച്ച് നാളായി നല്ല കബാബ് എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പ് ട്രൈ ചെയ്തു. എന്നിട്ട് അവസാനം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ഏറ്റവും ഫ്ലേവറും ഏറ്റവും ടേസ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നല്ല പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഓൾ പേഴ്സണലൈസ്ഡ് നണ്ണെന്ന് ഈ ബെല്ലുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണും. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ചില വീഡിയോസിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഓളും കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ നല്ല കബാബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ സിമ്പിളാണ്, ഏറ്റവും സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്, എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഓർക്കും കബാബിന് ഒരുപാട് ഐറ്റംസ് വേണമായിരിക്കും, ഇത് വേണോ അത് വേണോ, ഒന്നുമല്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോഴും എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട്സ് കിട്ടാൻ പറ്റി. അപ്പോൾ ആ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഇത് കബാബ് പ്ലാറ്ററായിട്ട് സെർവ് ചെയ്യുക, അല്ലെങ്കിൽ കുബൂസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എന്തെങ്കിലും സോസ്, ചട്നി സോസോ ഗാർലിക് സോസോ. അപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 2 ഇടത്തരം സവാള, 2 ഇടത്തരം ടൊമാറ്റോ, അതിൻ്റെ കൂടെ 2 ഈ നീളമുള്ള ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം. പിന്നെ ആവശ്യമുള്ളത് 4 സ്ലൈസ് ബ്രെഡ്. അപ്പം ഞാൻ കുറേ പരീക്ഷിച്ചതിന് ശേഷം കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ, വൈറ്റ് ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ കബാബ് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോൾ മീൽ ബ്രെഡ് ട്രൈ ചെയ്തപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടിയത്. ഹോൾ മീൽ ബ്രെഡ് ആകുമ്പോൾ കൂടുതൽ ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്രസ്റ്റും കട്ട് ചെയ്യണം, എന്നാലേ ടെക്സ്ചറും നന്നാവുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു ഡ്രൈ പ്രോസസ്സിലേക്ക് ഈ ബ്രെഡ് ചേർത്തിട്ട് ഒന്ന് ക്രംസ് ആക്കി എടുക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസ് ആയി, അത് നമുക്ക് ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ പ്രോസസ്സറിലേക്ക് ആദ്യം നമുക്ക് സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. സവാള നല്ല ഫൈൻലി ചോപ്പ് ടെക്സ്ചർ ആയിരിക്കണം. സവാളയുടെ കൂടെ ഞാൻ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. നല്ല കൊത്തിയരിഞ്ഞ പോലെ കിട്ടണം. വലിയ ചങ്ക്സ് ആയിട്ട് ചോപ്പ് ചെയ്യാനും പാടില്ല, എന്നാൽ പേസ്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഇതുപോലത്തെ പ്രോസസ്സർ യൂസ് ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ നല്ല ഫൈനലി ചോപ്ഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ പച്ചമുളക് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് പെട്ടിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടി ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ചോപ്പ് ചെയ്യേണ്ടത് ടൊമാറ്റോവും ഇതേപോലെ തന്നെ നല്ല ഫൈൻലി ചോപ്ഡായിട്ട് കൊത്തിയരിഞ്ഞ പോലെ എടുക്കണം. പേസ്റ്റായി പോകരുത്, പ്യൂറി ആവരുത്. കുറച്ച് നേരം കറിക്കാൻ മതി പ്രോസസ്സർ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഐറ്റംസൊക്കെ വേണമെങ്കിൽ കൈ കൊണ്ടും ചോപ്പ് ചെയ്തെടുക്കാം. പക്ഷെ നമ്മുടെ മിക്സി ജാറിൽ ചെയ്താൽ ഇതുപോലെ കിട്ടില്ല, പേസ്റ്റായി പോകാൻ സാധ്യത കൂടുതലാണ്. ടൊമാറ്റോയിൽ ഇപ്പോൾ ഒരുപാട് വെള്ളം കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പിഴിഞ്ഞ് എക്സസ് ആയിട്ടുള്ള വെള്ളം കളയണം. അല്ലെങ്കിൽ നമ്മുടെ കബാബ് പിന്നെ ബൈൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ ആ വെള്ളം മാറ്റിയേക്കാം. അപ്പോൾ കബാബിന് ഇനി കീമ വേണമല്ലോ. ഇവിടെ 600 grams കീമയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെള്ളം മുഴുവൻ പോകണം, വെള്ളം പാടില്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം നമ്മൾ ഈ കൊത്തി അരിഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി കുറച്ച് സ്പൈസസ്, വളരെ സിമ്പിൾ സ്പൈസസ് ആണ്, ഒരുപാട് അതും ഇതൊന്നും ചേർക്കണ്ട. ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇപ്പോൾ 600 ഗ്രാംസിനാണിത്. 1 ടീസ്പൂൺ ഉപ്പും. ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. രണ്ട് വലിയ കൈപ്പിടി പുതിന ഇല. ഇതും നന്നായിട്ട് ഫൈൻലി ചോപ്പ് ചെയ്യണം കേട്ടോ, വലിയ വലിയ ഇലകളായിട്ട് കിടക്കരുത്. അപ്പോൾ ഞാനിവിടെ ഈ ചോപ്പർ യൂസ് ചെയ്യാണ്, നന്നായിട്ട് കൊത്തി അരിഞ്ഞ് കിട്ടാൻ. ഇതും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവും. ഫ്രിഡ്ജ് തന്നെ തുറന്ന് നോക്കിയാൽ ഇതെല്ലാം ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. കീമ ഉണ്ടായാൽ മതി. അതുപോലെ ബീഫ് കീമ തന്നെ വെച്ചിട്ടുണ്ടാക്കാൻ നോക്കണം. നമ്മൾ വീട്ടിൽ
ഗ്രൈൻഡ് ചെയ്ത ബീഫ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ നോക്കിയാൽ അത്ര നന്നാവില്ല. അതിൻ്റെ ടെക്സ്ചർ, കബാബിൻ്റെ ആ ടെക്സ്ചർ ശരിയാവില്ല. അപ്പോൾ മാർക്കറ്റിൽ കീമ ചോദിച്ചാൽ മതി, അത് കിട്ടും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ എഗ്ഗും സവാള, ടൊമാറ്റോ, മല്ലിയില എല്ലാം നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ മിക്സ്ഡായി കിട്ടണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് എല്ലാം ഒരേപോലെ മിക്സ് ആവണം. സ്പൈസസും ഒക്കെ ഈവൻലി ഇതാവണം, എല്ലായിടത്തും മിക്സായി കിട്ടണം. അപ്പോൾ കണ്ടില്ലേ, ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ യൂസ് ചെയ്ത ബോളിലേക്ക് തന്നെ വയ്ക്കാം. എന്നിട്ട് ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കണം. കുറവ് സമയം വെച്ചാലും കുഴപ്പമില്ല, എന്നാലും 1 മണിക്കൂർ വെച്ചപ്പോഴാണ് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത്. ഗ്രില്ല് ചെയ്യാൻ സമയം ആവണതിന് ഒരു 30 മിനിറ്റ് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഞാൻ ഇത് കബാബ് ആയിട്ട് റോൾ ചെയ്യാൻ പോകുന്നു. ഇവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്, അതുമേലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കബാബ് ഉണ്ടാക്കാം. കൈകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ളൂ. കൈകൊണ്ട് ആദ്യം നമുക്ക് ഇത് ഓരോ ബോളാക്കാം, നമ്മുടെ കൈൻ്റെ ഉള്ളിൽ നിൽക്കണം അത്രയും വലുപ്പത്തിൽ. എന്നിട്ട് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ബാക്കി ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ബോളാക്കിയതിന് ശേഷം വിരലുകൾ കൊണ്ട് അതിൻ്റെ നീളത്തിൽ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വിരൽ കൊണ്ട് ആ കബാബിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത് സ്ക്യൂവേഴ്സും കയറ്റി ഉണ്ടാക്കുന്ന കബാബല്ല, ഇത് കൈയിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ ഉരുട്ടി ഉണ്ടാക്കുന്ന കബാബാണ്. വളരെ ഈസിയാണ്, സ്ക്യൂവറും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയും കീമ, ഇവിടെ 600 ഗ്രാം കീമയല്ല, അതുകൊണ്ട് ഒരു 25-26 കബാബ് വരെയും കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ കബാബ്സും ഇതുപോലെ റോൾ ചെയ്ത് വെക്കാം. അപ്പോൾ കബാബിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, തീരെ വെള്ളമില്ല, എൻ്റെ കൈ നനയണമൊന്നുമില്ല. അങ്ങനെ ആയിരിക്കണം ഏറ്റവും നല്ല ഒരു ഇത് കിട്ടണമെങ്കിൽ. നമ്മളിത് ഷെയ്ക്ക് ചെയ്താലോ ഒന്നും അത് പൊടിഞ്ഞു പോവില്ല. നല്ല ടൈറ്റ് കിട്ടുന്നുണ്ട്, എന്നാൽ വളരെ സോഫ്റ്റാണ്, ഒരുപാട് ഡെലിക്കറ്റാണ് ഈ കബാബ്സ്. അങ്ങനെ കബാബ്സൊക്കെ ഇതുപോലെ ഉരുട്ടി കബാബ് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഒരു ഗ്രിൽ പാനാണ്. ഇങ്ങനത്തെ ഗ്രിൽ പാനിലാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതില്ലെങ്കിൽ സാധാരണ ഒരു ഫ്രൈങ് പാൻ ആയാലും മതി. ഓലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഗ്രില്ല് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും താഴെ ഒരു ലെയർ ഓലിവ് ഓയിൽ ഇട്ട് കൊടുക്കാം, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചൂടായതിന് ശേഷം നമുക്ക് കബാബ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചൂടാവാൻ വേണ്ട, ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഇട്ട് തുടങ്ങാം കബാബ്സ്. തീ കൂടിപ്പോയാൽ ആദ്യത്തെ സൈഡ് പെട്ടെന്ന് കറുത്ത് പോകും. അപ്പോൾ കബാബ് ഗ്രിൽ പാനിലേക്ക് ഇടുമ്പോൾ അകലെയുള്ള സൈഡിൽ ആദ്യം ഇട്ടിട്ട് ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് അടുത്തുനിന്ന് ദൂരേക്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ കൈമിൽ എണ്ണ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കബാബ്സും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു 2 ബാച്ച് 3 ബാച്ചായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് നമുക്കൊന്ന് എണ്ണ എല്ലായിടത്തേക്കും ഓയിൽ ആവുന്ന രീതിയിലൊന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ പാൻ ഷെയ്ക്ക് ചെയ്യരുത് കേട്ടോ. ഷെയ്ക്ക് ചെയ്താൽ ആ കീമ വളരെ ഡെലിക്കറ്റ് അല്ലേ, അതിങ്ങനെ അഴിഞ്ഞു പോകും. അപ്പോൾ 2.5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തത്. അത് നിങ്ങളുടെ ഫ്ലെയിം അനുസരിച്ചിട്ട് സമയം നോക്കണം. എന്നിട്ട് പതുക്കനെ വളരെ ജെൻറ്റിലായിട്ട് ടോങ്സ് വെച്ചിട്ട് മറിച്ചിടണം. കീമ ആണ്, ഇതിപ്പോഴും വളരെ ഡെലിക്കറ്റാണ്. ഒരുപാട് അമർത്തി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് ഷേക്ക് ചെയ്താൽ കബാബ് ബ്രേക്കായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എല്ലാ സൈഡും ഗ്രില്ലായതിന് ശേഷം പിന്നെ അത് ഫേമാവും, അത് സെറ്റായിട്ടുണ്ടാവും. രണ്ടാമത്തെ സൈഡ് തിരിച്ചതിന് ശേഷം തീ നന്നായിട്ട് കുറയ്ക്കാം. നേരത്തെ മീഡിയം ഫ്ലെയിം ആയിരുന്നു, ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ. പക്ഷേ ഇതുപോലൊരു സിസിൽ എപ്പോഴും നിൽക്കണം. എന്നിട്ട് ഒരു 3.5 മുതൽ 4 മിനിറ്റ് വരെ ഗ്രില്ല് ചെയ്യണം.
കളർ നോക്കണം കേട്ടോ, ഒരുപാട് കറുത്തും പോകാൻ പാടില്ല. ആ സൈഡും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ചെറിയ എഡ്ജസ് അതും കൂടി ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. ആദ്യത്തെ സൈഡ് മുഴുവൻ മറിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മറ്റേ സൈഡ് മറിക്കാൻ നോക്കാം. അത്ര നേരം മതി. കൂടുതൽ നേരം ഗ്രില്ല് ചെയ്യരുത് കബാബ്സ്. ഇത് കീമ ആയതുകൊണ്ട് ഇത്രയും നേരം എടുക്കുള്ളൂ കുക്ക് ചെയ്യാൻ. ഒരുപാട് നേരം ഗ്രില്ല് ചെയ്താൽ നിങ്ങളുടെ കബാബ്സ് ഡ്രൈയും ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നഷ്ടപ്പെടും. അപ്പം അതും ശ്രദ്ധിക്കണം. അങ്ങനെ 2 എഡ്ജസും മറിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിൽ കിച്ചൺ പേപ്പർ ടവലിലേക്ക് ഇടാം, കൂടുതലുള്ള എണ്ണ ഒക്കെ പോവാൻ. എന്നിട്ട് അടുത്ത ബാച്ച് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. പാനിൽ എന്തെങ്കിലും കരിഞ്ഞ ബിറ്റ്സ്, ഇങ്ങനെ കരിഞ്ഞ തരികൾ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് അടുത്ത ബാച്ച് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കബാബ് റെഡി ആയിട്ടുണ്ട്. കബാബ് റെസിപ്പി ട്രൈ ചെയ്താൽ നിങ്ങൾ മറക്കാതെ എന്നെ അറിയിക്കില്ലേ. അപ്പോൾ ഇത് നമുക്ക് സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ഗ്രീൻ ചട്നി അല്ലെങ്കിൽ ഗാർലിക് സോസ്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഗാർലിക് സോസിൻ്റെ ഒരു റെസിപ്പി ഇട്ടായിരുന്നു, അത് ഇതിനായിട്ട് നന്നായി ചേരും. അല്ലെങ്കിൽ നല്ല ഗ്രീൻ ചട്നി, അതും ഞാൻ മുമ്പ് ഷെയർ ചെയ്തിരുന്നു. റെസിപ്പീസ് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. അത് ഇതിൻ്റെ കൂടെ നല്ല സൂപ്പറാണ്. ഇത് കുബൂസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ടൈപ്പ് കബാബും വേറെ 1 or 2 തരം വേറെ കബാബ് ചിക്കനൊക്കെ വെച്ചിട്ട് പ്ലാറ്റർ ഉണ്ടാക്കാം. ഗസ്റ്റ് വരുമ്പോൾ സെർവ് ചെയ്യാൻ അതും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്താൽ മറക്കാതെ വിവരം അറിയിക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാന.